ഈ വർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. കളർ ചെയ്യാൻ 3 കളറുകളാണ് എടുക്കുന്നത്. ബ്ലാക്ക്, ഇത് ബ്ലാക്കാണ്, പിന്നെ ഇത് അക്രിലിക് ബ്ലൂ ആണ്. ഈ ബ്ലൂ ആണ് എൻ്റെ ഗ്ലൗസിൽ പറ്റിയേക്കുന്നത്. പിന്നെ വൈറ്റ്. ആദ്യം കുറച്ച് അക്രിലിക് പെയിൻറ്റിൻ്റെ അങ്ങോട്ട് കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്യുക. ഇത് അക്രിലിക് ബ്ലൂ ആണ്. കണ്ടു കഴിയുമ്പം രണ്ടും ഒരുപോലെ ഇരുന്നാലും 2 കളറാണ്. ബ്ലാക്കും അക്രിലിക് കളറും കൂടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ പൊങ്ങിയിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്താലേ ഉള്ളൂ അവിടെ ഫുള്ളാകത്തുള്ളൂ. നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യണം. പെയിൻറ്റ് ചെയ്ത് ഇവിടെ ഇത്രയും ചെയ്തു. ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇത് ഫുള്ള് കവർ ചെയ്യുന്ന പോലെ ഇച്ചിരി ശക്തിയിലടിച്ചാലേ എൻ്റെ ഫ്രണ്ടും ബാക്കും ഫുള്ളാകത്തുള്ളൂ. ഫുള്ള് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുക. ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. ഇതും ഫുള്ളിങ്ങനെ അപ്ലൈ ചെയ്യണം. ആദ്യം ഡാർക്ക് കളർ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് അപ്ലൈ ചെയ്ത് ഇത് ലൈറ്റ് ഷെയ്ഡാക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഇനി അതിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്യണം. നമ്മളിനി ഡയറക്റ്റ് വൈറ്റ് എടുത്തിട്ട് അതിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ അപ്ലൈ ചെയ്യുകയാണ്. ഒരു കളറിൽ തന്നെ ഇരുന്നതിന് ഭംഗി വരത്തില്ല. നെക്സ്റ്റ് നമ്മൾ ഈ വലിയ പോർഷൻ ഫുള്ള് അക്രിലിക് പെയിൻറ്റും ബ്ലാക്കും ടെർക്കോയ്സും എന്ന് പറഞ്ഞ 2 കളറ് ആണ് ഇവിടെ ഫുള്ള് അടിക്കുന്നത്. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗത്ത് ഫുള്ള് ഈ പോർഷനില്ലേ ഈ പോർഷൻ ഫുള്ള് അതങ്ങനെ ചെയ്യണം. ഇതിനി നമ്മൾ ടെർക്കോയ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് താഴെയും ഉള്ളത് ഇവിടെയും ഇത് ഡാർക്ക് ആക്കണം കുറച്ച്. ഇത് വൈറ്റ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ പെയിൻറ്റിൻ്റെ കൂടെ വൈറ്റ് ചേർത്താണ് ഇവിടെ വേറൊരു ഷെയ്ഡ് ബ്ലൂവിൻ്റെ വന്നത്. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഈ ഭാഗത്ത് വൈറ്റ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കണം. ഇത് ഒരു പോർഷനാണെന്ന് തോന്നാൻ വേണ്ടി.